മലയോര മേഖലയിലെ കുടിവെള്ള ആശ്വാസത്തിന് സ്ഥാപിച്ച ജലസംഭരണി സാമൂഹിക വിരുദ്ധർ തകർത്തു. മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിലെ കൂടത്തുമുറി വളവിൽ സ്ഥാപിച്ച ജലസംഭരണിയാണ് തകർന്ന നിലയിൽ കാണപ്പെട്ടത്. 10 വർഷങ്ങൾക്ക് മുൻപ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മലയോര മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി സ്ഥാപിച്ച കുടിവെള്ള സംഭരണിയാണ് സാമൂഹിക വിരുദ്ധർ തകർത്തത്. ആനിക്കാട് പഞ്ചായത്ത് 2-ാം വാർഡിലെ കൂടത്തുമുറി വളവിൽ സ്ഥാപിച്ച ജലസംഭരണിയാണ് തകർന്ന നിലയിൽ കാണപ്പെട്ടത്. 500 ലിറ്റർ വെള്ളം ശേഖരിച്ചു വെക്കാൻ കഴിയുന്ന കോൺക്രീറ്റ് ജലസംഭരണി നാടിനേറെ ആശ്രയമായിരുന്നു. ഇതാണിപ്പോൾ തകർക്കപ്പെട്ടത്. വേനൽക്കാലത്ത് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഈ ജലസംഭരണിയിൽ വെള്ളം നിറച്ച് ഇടുമായിരുന്നു. ഈ വെള്ളം ആവശ്യക്കാരായ നാട്ടുകാർ കൊണ്ടുപോയി ഉപയോഗിക്കുമായിരുന്നു. ഇങ്ങനെ വർഷങ്ങളോളം നാട്ടുകാരുടെ ആശ്രയമായിരുന്ന ജലസംഭരണിയാണ് ഇപ്പോൾ സാമൂഹിക വിരുദ്ധർ തകർത്തത്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ നമുക്ക് മോദിയുടെ കണക്ഷൻ, പ്രധാനമന്ത്രിയുടെ കണക്ഷൻ കിട്ടിയപ്പോൾ നമ്മളത് എടുക്കുന്നു. ശരി, എത്ര ദിവസമായി തകർത്തായിട്ട്? ഒരു 2-3 മാസം ആയി. ശരി, കുറച്ച് നാളൊക്കെ പഞ്ചായത്തിൽ നിന്ന് വെള്ളമൊക്കെ ഒഴിക്കാതും ഒക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഇത് വന്നിട്ടില്ല. ഞങ്ങളുടെ വാർഡിൽ തന്നെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല. കോൺക്രീറ്റിൽ മികച്ച രീതിയിൽ പണി കഴിപ്പിച്ച ജലസംഭരണി മല്ലപ്പള്ളി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇരിപ്പുണ്ട്. അവിടങ്ങളിലെല്ലാം ജലസംഭരണികൾ നാട്ടുകാർ ഉപയോഗിക്കുന്നുമുണ്ട്. ജലസംഭരണി തകർത്ത സാമൂഹിക വിരുദ്ധരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.